interpretation of statistics. Okay, അപ്പൊ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, അതൊന്ന് എടുത്ത് നോക്കിക്കോളാം. സോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി ആർ ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്. എന്തിന്റെ മീനിങ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്? സ്റ്റാറ്റ്യൂട്ട് മീൻസ് വാട്ട്? ലോ. So the point is very clear. Understanding law. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ലോ എഴുതി വെച്ചേക്കുന്ന ആരാണ്? കോടതിയാവാം, മറ്റു പല ആൾക്കാരാവാം. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കോടതിയുടെ അല്ലെങ്കിൽ നിയമങ്ങളെ എങ്ങനെ വായിച്ച് മനസ്സിലാക്കും ഒരാള്? ഓക്കെ, അതാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് കൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു മെയിൻ കാര്യം. ഒരു മിനിറ്റ്. സോ ഒരു നിയമത്തില് എങ്ങനെയാണ് നമ്മളൊരു നിയമം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരാളുടെ മാർക്ക് ചെയ്യാനുണ്ട്. അല്ല, എല്ലാവരും അറിയാം. ഓക്കെ, ഫൈൻ. അഭിഷ, ഐശ്വര്യ, നിരഞ്ജന, ശ്രീലക്ഷ്മി. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇതിനു വേണ്ടി അടുത്തായിട്ട് നമ്മൾ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൺസ്ട്രക്ഷൻ. ഈ രണ്ട് ടേംസ് കൂടെ നമ്മൾ നോക്കിയത്. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് മീനിങ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നത് വളരെ ചെറുതായിട്ടാണെങ്കിൽ സൂം ചെയ്ത് വലുതാക്കി കേട്ടോ, പ്രശ്നമില്ല. ഞാൻ ചെറുതായി സൂം 100% ഇട്ടാ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നും കൺസ്ട്രക്ഷൻ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ട്, then after that we talk about one important point, that is the general principles. ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് എന്തിന്റെ? ഹൗ ടു, അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് ഇന്ന് എനിക്ക് ബാക്കി പറയാനുള്ളത്. Okay, so I will clear that. I will start with that one again. അപ്പൊ ജനറൽ പ്രിൻസിപ്പിൾസില് നമ്മൾ ഒരു 13 പോയിന്റ്സ് നോട്ട് ചെയ്തു. 13 പോയിന്റ്സില് 6 പോയിന്റ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്തുകൊണ്ട് എഴുതാം? ജനറൽ പ്രിൻസിപ്പിൾസ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ഈ പറയുമ്പോൾ അത് എന്തിനാണ് പറയുന്നത് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കണം. ഇന്റർപ്രിട്ടേഷൻ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കണം. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമാണ് നിയമത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ ദ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു വാക്കിന്റെ മീനിങ്, ലിറ്ററൽ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് നമ്മൾ ആ നിയമം വായിച്ചെടുക്കുന്നു. രണ്ടാമത്തെ സാധനം എന്താണ്? ഗ്രാമാറ്റിക്കൽ. ഓക്കെ, സോ ഗ്രാമാറ്റിക്കലി ആ നിയമത്തിന്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ നിയമം അടിസ്ഥാനപ്പെടുത്തായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? മൂന്നാമത്തെ വി ടോക്ക് അബൌട്ട് ദ ഗോൾഡൻ റൂൾ. പിന്നീട് നമുക്ക് പറയാനുള്ള 3-4 റൂളുകളെ കുറിച്ചാണ്. ഗോൾഡൻ റൂൾ. ആൻഡ് നാലാമത്തെ വി ഹാവ് ദ മിസ്ചീഫ് റൂൾ. വി ഹാവ് ദ മിസ്ചീഫ്. ഓക്കെ, മിസ്ചീഫ് റൂൾ കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് നോട്ട് ചെയ്തു? സെന്റെന്റിയ ലീഗിസ്. സെന്റെന്റിയ ലീഗിസ്. ഓക്കെ, ഇത്രയും വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം
ആറാമത്തേതായിട്ട് ഞാൻ ലിസ്റ്റ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ആറാമത്തെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ് ആസ് എ ഹോൾ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ്, വായിക്കണം. എങ്ങനെ? ചെറിയൊരു പോർഷൻ മാത്രം വായിച്ചാൽ മതിയോ? പോരാ, ആസ് എ ഹോൾ, മുഴുവനായിട്ട് വായിച്ചിട്ടേ അതിന്റെ അർത്ഥം എടുക്കാവൂ. അതാണ് ഈ ആറാമത്തെ പോയിന്റ്. സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ് ആസ് എ ഹോൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ പ്രിൻസിപ്പിൾ ആണിത്. ചെറിയൊരു പോർഷൻസ് വായിക്കരുത്. വി ഹാവ് ടു റീഡ് we have to read full colors, അതായത് full portions വായിക്കണം. So whole and all part നമ്മൾ വായിക്കണം. എന്നിട്ട് അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? all part of it taken together. Okay, all part of it taken together, ഒരുമിച്ച് എടുക്കും. ഓക്കെ, ടേക്കൺ ടുഗദർ. ഓക്കെ, എന്തിനാണ് നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ? അപ്പൊ ഒരു നിയമം വായിക്കുമ്പോ അതിന്റെ ചെറിയൊരു പോയിന്റ് മാത്രം വായിച്ചാൽ മതിയോ? പോരാ, ആ നിയമത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ചു നോക്കിയിട്ട് നമ്മൾ ആ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റും. ചിലപ്പോൾ ആ നിയമത്തിന്റെ ആദ്യത്തെ 2 സെന്റൻസ് വായിക്കുമ്പോൾ അത് നമുക്ക് വേറൊരു മീനിങ് ആയിരിക്കും, അത് മൊത്തം വായിക്കുമ്പോൾ വേറൊരു മീനിങ് ആയിരിക്കും. അപ്പൊ ചെറിയൊരു പോർഷൻ മാത്രം വായിച്ചാൽ പറ്റുമോ? ഇല്ല, മൊത്തം വായിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ റൂൾ ഓഫ്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, റൂൾ ഓഫ് കോണ്ടെക്സ്റ്റുവൽ. ഓക്കെ, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ റൂൾ ഓഫ് കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ. ഒരു കോണ്ടെക്സ്റ്റ് എന്താന്ന് നോക്കിയിട്ട് അതിന് പറയുന്ന പേരാണ് ഇന്റർപ്രിട്ടേഷൻ, കോണ്ടെക്സ്റ്റുവൽ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ, അതായത് വേർഡിന്റെ മീനിങ് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഫേമസ് കേസ് പറയാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് എ കേസ്. അതിന്റെ പേരാണ് ലിങ്കൻ കോളേജ് കേസ്. ലിങ്കൻ, LINCOLN, ലിങ്കൻ കോളേജ് കേസ്. കേസിൽ വേറൊന്നുമില്ല. ആ കേസിൽ അവർ പറയണത്, ആ കേസിന്റെ അകത്ത് ഉപയോഗിച്ച ഒരു വാക്ക്, ഓക്കെ, ആ നിയമത്തിൽ ഉപയോഗിച്ച ഒരു ആ നിയമത്തിൽ ആക്ടില് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വാക്ക് അതേ മീനിങ്ങില്, അതേ ഫുൾ സെൻസിൽ മനസ്സിലാക്കി എടുക്കണം എന്നാണ് ആ കേസിൽ മെൻഷൻ ചെയ്തത്. സോ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഏതാണ്? സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ് ആസ് എ ഹോൾ. ഓക്കെ, ചെറുതായിട്ട് മാത്രം വായിച്ചാൽ പോരാ, മൊത്തത്തില്. ഓക്കെ, അപ്പം 6 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഏഴാമത്തേതിലേക്ക് ഞാൻ പോവാണ്. ഏഴാമത്തേതിലേക്ക് പോകുമ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. സോ ഏഴാമത്തെ എഴുതാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവര് എടുത്തോളൂ. ഓക്കെ, ഏഴാമത്തെ ഈസ് ഹാർമോണിയസ് ഇന്റർപ്രിട്ടേഷൻ. ഹാർമണി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എല്ലാവരുമായിട്ട് ഒരു ഓർഡറിൽ പോവാന്നുള്ളത്. ഹാർമോണിയസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഏഴാമത്തേത് എഴുതിക്കോണം, ഹാർമോണിയസ് ഇന്റർപ്രിട്ടേഷൻ. 7 ഈസ് ഹാർമോണിയസ്. 7 ഹാർമോണിയസ്. അപ്പം ഹാർമണി എന്ന വാക്കിന്റെ മീനിങ് തന്നെ നമുക്കറിയാം, ബ്രിങ്ങിങ് ടുഗദർ. ഓക്കെ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക. സോ ബ്രിങ്ങിങ് ടുഗദർ, അതാണ് ഹാർമണി ഉദ്ദേശിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? നമ്മൾ നിയമങ്ങളെ, അല്ലെങ്കിൽ ജഡ്ജിമാര് നിയമങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, അത് ബാക്കിയുള്ള ലോകവും മനുഷ്യരും അല്ലെങ്കിൽ മറ്റു നിയമങ്ങളുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്ന, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ഒന്നിനെ കട്ട് ആൻഡ് ക്ലിയർ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നിയമത്തിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, സോ ഹാർമണി എന്നുള്ള വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ഓർത്തു വെക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ എക്സാമിന് ഓർത്തു വെച്ചാൽ മതി. ഹാർമോണിയസ് എക്സാമിന് കാണുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുക?
അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ് ആസ് എ വോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ലിറ്ററൽ എന്താന്ന് പറയുമ്പോൾ അത് ആ വേർഡിൽ തന്നെ ആ വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ പിടിക്കണം. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ എക്സാം ഇത് ഓർത്ത് വെക്കാൻ. സോ ഹാർമോണിയസ് ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരാൻ പോകുന്നത് എട്ടാമത്തേത്, ദാറ്റ് ഈസ് ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, ജഡ്ജ് ഒരു നിയമം വായിക്കുന്നു, വായിച്ച ശേഷം അതിന്റെ ലോജിക് എന്താണ്, കോമൺ സെൻസ് എന്താണെന്ന് അപ്ലൈ ചെയ്തിട്ടായിരിക്കും അതിന്റെ ഒരു ഉത്തരത്തിലേക്ക് പോവുക. സോ ഹിയർ ദേ ആർ ഇവാലുവേറ്റിംഗ് ദ ലോജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ലോജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവരവിടെ ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കോമൺ സെൻസ് എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ബൈ അപ്ലൈയിങ് ജഡ്ജ് ബൈ അപ്ലൈയിങ് കോമൺ സെൻസ്, by applying the common sense. Okay, so ഇതൊരു വളരെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ നിയമങ്ങളും എല്ലായിടത്തും നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ലോജിക്കാണ്. നമ്മളിപ്പോ ഞാൻ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തു വെച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ ആ സ്ക്രീനിൽ ഓരോ പോയിന്റ്സ് ഞാൻ വായിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് ഒന്നെങ്കിൽ നോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എട്ടാമത്തെ കഴിഞ്ഞാൽ പിന്നെ ഒൻപതാമത്തേതാണ്. പേര് വളരെ സിമ്പിൾ ആണ്, ലിബറൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലിബറൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ലിബറൽ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? ഇന്റർപ്രിട്ടഡ് ലിബറലി. ഓക്കെ, വളരെ ലീഗൽ സെൻസിലായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ബൈ എ സിമ്പിൾ മെത്തേഡ്, വളരെ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നിയമത്തിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ call it as the liberal interpretation. Okay, and then പത്താമത്തേത് നമുക്ക് നോട്ട് ചെയ്യാം. പത്താമത്തേത് is beneficial. Okay, beneficial interpretation. അപ്പൊ beneficial എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് മീൻസ് അഡ്വാൻറ്റേജ് ആർക്കെങ്കിലും ഒരാൾക്ക്. അപ്പം കക്ഷികൾ പലരാണ്. സോ ഒരു അഡ്വാൻറ്റേജസ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും ഈ ബെനഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ? ഇപ്പൊ ഒരു ജഡ്ജി ഒരു നിയമം എടുത്ത് വായിക്കുവാണ്. അപ്പൊ നിയമം എടുത്ത് വായിച്ചിട്ട് അയാൾ പറയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇന്ന അർത്ഥമാണല്ലോ, അപ്പൊ ഞാൻ അതിന് ഇന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ അയാൾ എന്തിനായിരിക്കും ആ അർത്ഥം അങ്ങനെ എടുക്കുന്നത്? അയാൾ ആ അർത്ഥം അങ്ങനെ എടുക്കുന്നതിന് റീസൺ ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ സോഷ്യൽ വെൽഫെയർ. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ ഒരു നിയമം വായിക്കുവാണ്, ആ നിയമം വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഫാമിലിയിലോ അല്ലെ എന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ അതൊരു നല്ല ബെനിഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ജഡ്ജി ഒരു നിയമം മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ അതിന് മാത്രമേ നമുക്ക് കൈയടിക്കാൻ പറ്റുള്ളൂ. അല്ല ജഡ്ജിക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ല ജഡ്ജിയുടെ ഫാമിലി കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതുമില്ല. സോ അതാണ് നമ്മുടെ പത്താമത്തെ കൺസ്ട്രക്ഷൻ. ഇനി അടുത്തത് 11ാമത്തേതാണ് സ്ട്രിക്റ്റ്. ഓക്കെ, പത്താമത്തേന്റെ പോയിന്റ്സ് ഞാനൊന്ന് ജസ്റ്റ് വായിക്കുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് 11ാമത്തേത് വൺ ഈസ് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം, ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ മാറാതെ ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ മാറാത്ത ടൈപ്പാണ് 11ാമത്തെ, ദാറ്റ് ഈസ് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. വെരി സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ആ നിയമം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിയമത്തിനെ നമ്മൾ എന്തായിരിക്കും ഇന്റർപ്രിറ്റഡ് സ്ട്രിക്ട്ലി ആൻഡ് സ്ട്രിഞ്ചന്റ്ലി എന്ന് പറയും. സോ വി വിൽ ഇന്റർപ്രറ്റ് എ ലോ സ്ട്രിക്ട്ലി. ഓക്കെ, അപ്പൊ ഇതിനെ വേറൊരു പേരോടെ നമ്മൾ വിളിക്കും, സോ കോൾഡ് ആസ്. അപ്പൊ ഇങ്ങനെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. സോ കോൾഡ് ആസ് നാരോ ഇന്റർപ്രിട്ടേഷൻ. വളരെ നാരോ ആണ്. ബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായിട്ട്. അപ്പൊ നാരോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് നമ്മൾ ഇതിനെ പറയാം, നാരോ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ,
അപ്പം എന്തായിരിക്കും സ്ട്രിക്റ്റ്? അപ്പം ജനറലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കോടതി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നിയമത്തിനെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പീനൽ ലോസ് ആയിരിക്കും. ഒരാളെ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ പോവാണ്, അല്ലെങ്കിൽ ഒരാളെ ജയിലിൽ അടക്കാം, അങ്ങനെയുള്ള നിയമങ്ങൾക്കായിരിക്കും സ്ട്രിക്റ്റ് ആവുക. എന്നാൽ നേരെ മറിച്ച് ഇപ്പൊ പൈസ പറ്റിച്ചു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് അല്ലെങ്കിൽ ഒരു മീനിങ്ങോ ആ രീതിയിൽ ഇടപെടാറില്ല കോടതി ശരിക്കും. അതുകൊണ്ട് പീനൽ ആയിട്ടുള്ള നിയമങ്ങളോ ടാക്സ് ഒക്കെ വെട്ടിച്ചു, ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ, അങ്ങനെയുള്ള നിയമങ്ങൾ വരുവാണെങ്കിലാണ് പലപ്പോഴും കോടതികൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ അവർ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അങ്ങനെ വരുന്ന കേസുകൾ എടുക്കുക. സോ നിങ്ങൾക്ക് ഈ എക്സാമ്പിളോട് കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. ഇനി അടുത്തത് നമ്മുടെ 12ാമത്തെ ഇന്റർപ്രിട്ടേഷൻ ആണ്. 12ാമത്തെ രീതിയിൽ ഒരു നിയമം എങ്ങനെ ഒരു ജഡ്ജി വായിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ് അടുത്തത്. സോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 12, ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റീവ്. റെസ്ട്രിക്റ്റ് ചെയ്യാം, റെസ്ട്രിക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ എന്താ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയുക. ഓക്കെ, അത് മുന്നോട്ട് ഇനി കൊണ്ടുപോകണ്ട. അപ്പൊ അതിന്റെ മീനിങ് ഇനി കൂടുതൽ വലിച്ചു നീട്ടണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷൻ ഷുഡ് ഇന്റർപ്രിട്ടേഷൻ ഷുഡ് നോട്ട് ബി ഫ്ലെക്സിബിൾ. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഷുഡ് നോട്ട് ബി ഫ്ലെക്സിബിൾ. ഓക്കെ, ഷുഡ് നോട്ട് ബി ഫ്ലെക്സിബിൾ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിയമങ്ങളെ വളരെ എന്താ പറയാ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വളരെ ചുറ്റുമതിലുകൾ കെട്ടി ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷനെ നമ്മൾ എന്ത് വിളിക്കും? റെസ്ട്രിക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ മൊത്തം നമ്മളിപ്പോ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ നോക്കിയതിൽ 12 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് 13ാമത്തേത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. 13ാമത്തേത് റൂൾ ഓഫ് casus, CASUS, casus omissus, omissus, casus omissus. casus omissus എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഒരു നിയമം ഉണ്ടാക്കുന്നത് ആരാ? ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. നിയമനിർമ്മാണ സംവിധാനം ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൽ ഒരു വേർഡ്, ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നിയമം ഉണ്ടാക്കുമ്പോൾ നിയമം ഉണ്ടാക്കിയ ആള് അവിടെ ഒരു വാക്ക് എഴുതാൻ മറന്നുപോയി, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെച്ച ഒരു വാക്കിനെ കോടതിയിൽ വരുമ്പോ ജഡ്ജ് അവിടെ തിരികെ കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒമിസസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരികെ കയറ്റാനുള്ള പരിപാടി നടക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഞാൻ നോട്ട് ചെയ്യാം, എഴുതിക്കോണം എല്ലാവരും. ലെജിസ്ലേച്ചർ ഓക്കെ ഒമിറ്റ്, അവര് വേണ്ടെന്ന് വെച്ചു. ലെജിസ്ലേച്ചർ ഒമിറ്റ് certain matter or word. അവര് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അവരിത് വേണ്ടെന്ന് വെച്ചു. എവിടെ? ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്, നിയമത്തിൽ. ഇൻ ദ സ്റ്റാറ്റ്യൂട്ടിൽ വേണ്ടെന്ന് വെച്ചു. ഓക്കെ, അപ്പം അങ്ങനെ വേണ്ടെന്ന് വെച്ചത് കോടതിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അങ്ങനെ വേണ്ടെന്ന് വെച്ചെടുത്ത് കോർട്ട് cannot സപ്ലൈ ചെയ്യാൻ പാടില്ല that word. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എന്താണ്? റൂൾ ഓഫ് കാസസ് ഒമിസസ്. ഓക്കെ, കാസസ് ഒമിസസ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മറന്നു പോരുത്. പരീക്ഷയ്ക്ക് ഇത് രണ്ടും നമ്മൾ 2-3 തവണ ചോദിക്കാൻ കണ്ടതാണ്. ഒന്ന് കാസസ് ഒമിനസ് എന്താണെന്നും
സെന്റെന്റിയ ലീഗീസ് എന്താണെന്നും ഒക്കെ എക്സാമിന് ഇവരെ ചോദിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ അത് നന്നായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഞാൻ ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. അതായത് നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ നിയമത്തിലെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് കിടപ്പുണ്ട്. സോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടില് ഫസ്റ്റ് വൺ എന്താണ്? ഒരു ലോ ഒരാൾ വായിക്കും, അല്ലെങ്കിൽ ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു വക്കീലോ അഡ്വക്കേറ്റോ വായിക്കുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് മനസ്സിലാക്കിയാൽ ആ ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷനെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിളിലെ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഇനി അതിലെ ഗ്രാമർ നോക്കിയാണ് വായിക്കുന്നതെങ്കിലോ ഗ്രാമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയും. പിന്നെ ഗോൾഡൻ റൂൾ എന്ന് നമ്മൾ നോക്കി. ഗോൾഡൻ റൂൾ എന്തായിരുന്നു? ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജഡ്ജിന് ഒരു അവകാശം കൊടുക്കുവാണ്. ജഡ്ജിന് എന്താണ് അവകാശം കൊടുക്കുക? ഒരു വേർഡിന്റെ നോർമൽ മീനിങ്ങിൽ നിന്നും മാറാനും ആഡ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു അവകാശം നമ്മൾ ഒരു കോടതിക്കോ അല്ലെങ്കിൽ ജഡ്ജിനോ കൊടുക്കുകയാണ്. അപ്പം ദിസ് ലോ വിൽ ഡെഫിനറ്റ്ലി അലോ എ ജഡ്ജ് only to depart from a word normal meaning. അപ്പം ആ വേർഡിന്റെ നോർമൽ മീനിങ്ങിൽ നിന്ന് ചെറുതായിട്ട് വിട്ടുപോകാനും അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള ഒരു അവസരം ജഡ്ജിക്ക് കൊടുക്കുന്ന രീതിയിൽ ഒരു വേർഡ് ഒരു ഇന്റർപ്രിട്ടേഷൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ. ഇനി എന്തായിരുന്നു മിസ്ചീഫ്? മിസ്ചീഫില് നമ്മളൊരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഹെയ്ഡൻസ് കേസ്. ഓക്കെ, 1584 ഹെയ്ഡൻസ് പറഞ്ഞ കേസ് ഉണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മിസ്ചീഫ് റൂൾ പറയാം. അപ്പൊ ആ കേസില് എന്തൊക്കെയാ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തേ? 4 ചോദ്യങ്ങൾ അതില് ചോദിച്ചു. 4 ചോദ്യങ്ങൾ മിസ്ചീഫില് ഉണ്ട്. ഒന്നെന്തായിരുന്നു? ഈ നിയമം വരുന്നതിന് മുമ്പ് കോമൺ ലോ എന്തായിരുന്നു? വാട്ട് വാസ് ദ കോമൺ ലോ ബിഫോർ മേക്കിംഗ് ദിസ് ലോ? അടുത്തെന്താ? അതിന് മുമ്പ് ഉണ്ടായിരുന്ന ലോയിൽ എന്ത് മിസ്ചീഫ് ഉണ്ടായിരുന്നു? മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകൾ, ഡിഫക്റ്റ് ഉണ്ടായിരുന്നോ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ ചോദ്യം, അതിനുവേണ്ടി ആ ഡിഫക്റ്റിന് വേണ്ടി പാർലമെന്റ് എന്ത് പരിഹാരമാണ് കൊണ്ടുവന്നത്? ഇനി നാലാമത്തെ ചോദ്യം, അതിന്റെ പരിഹാരമായിട്ട് എന്താണ് ഉള്ളത്? ഇങ്ങനെ 4 ചോദ്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു നിയമത്തിനെ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയാ മിസ്ചീഫ് റൂൾ എന്ന കൺസെപ്റ്റിലേക്ക് പറയും. അപ്പൊ 4ാമത് പറഞ്ഞ നമ്മള് മിസ്ചീഫ് ആയിരുന്നെങ്കിൽ, 5ാമത് നമ്മൾ ഒരു മാക്സിം പഠിച്ചു, ദാറ്റ് ഇസ് സെന്റെന്റിയ ലീഗീസ്. സെന്റെന്റിയ ലീഗീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നിയമത്തിന്റെ ശരിയായ ഉദ്ദേശം, ദ ട്രൂ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ. ഓക്കെ, അതാണ് ഒരു കോടതി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ചിലപ്പോ ആ നിയമത്തിന്റെ അകത്ത് അതിന്റെ വാക്കുകൾ കൊണ്ടോ സെന്റൻസിന്റെ മീനിങ് കൊണ്ടോ ഒരു അർത്ഥം കിട്ടിയെന്ന് വരില്ല. അപ്പൊ കോടതി എന്ത് ചെയ്യണം? എന്തിനാണ് ആ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാ കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് വേണം കോടതി ഒരു നിയമത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് വരാൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സെന്റെന്റിയ ലീഗീസ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വാട്ട് ഈസ് ജനറൽ ഇന്റർപ്രിട്ടേഷൻ? Interpretation of a law, interpretation of a statute is understanding the law. For understanding the law, we definitely follow 13 types of general principles. Out of the 13, the first 5 we discussed in a session, and today we are discussing from session 6. That means principle 6. So what is sixth principle? A statute must be read as a whole. മൊത്തമായിട്ട് വായിക്കും. ഒരറ്റം മാത്രം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. In that particular point, we have to understand, keep it in mind, a case called as Lincoln College case. Next one is, 7th one is harmonious. Harmonious എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? Bringing them together. എല്ലാവരെയും ഒന്ന്, അല്ലെ നിയമത്തിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് ഹാർമോണിയസ് എന്ന് പറയാം. ഇനി ലോജിക്കിനെ മാത്രം നോക്കുവാണെങ്കിലോ, ദാറ്റ് ഇസ് ലോജിക്. ഇനി കുറച്ച് ലിബറൽ ആയിട്ട് ഒന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ടാണ് ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാക്കുന്നതെങ്കിൽ ലിബറൽ എന്നായിരിക്കും നമ്മൾ പറയാ. ആ ലിബറലിന് ശേഷം വന്നതാണ് ബെനഫിഷ്യൽ. ഈ ബെനഫിഷ്യൽ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ വ്യക്തിയുടെ ബെനിഫിറ്റ് അല്ല, സമൂഹത്തിന്റെ ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് സോഷ്യൽ വെൽഫെയറിനായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും
ഒരു സോഷ്യൽ വെൽഫെയർ കൺസെപ്റ്റ് മനസ്സിലുണ്ടാവും. അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാക്കും. 11ാമത്തെ എന്തായിരുന്നു? സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരടി എഴുതി വെച്ചേക്കുന്നതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൽ നിന്നുള്ള മീനിങ് കൃത്യമായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും മനസ്സിലാക്കുന്നതിനെയാണ് സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. ഇതിനെ നാരോ ഇന്റർപ്രിട്ടേഷൻ എന്നും പറയാം. 12ാമത്തേത് എന്തായിരുന്നു? റെസ്ട്രിക്റ്റ് ആണ്. റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൽ നിന്ന് ഒരു രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും കാണിക്കില്ല. ഓക്കെ, അതിന്റെ മീനിങ് വേറെ ഒന്നും മാറ്റത്തില്ല, തടഞ്ഞു വെച്ചു എന്നൊക്കെ പറയുന്ന സെൻസിലാണ് റെസ്ട്രിക്റ്റ്. അവസാനമായിട്ട് നമ്മൾ പഠിച്ചതാണ് ദാറ്റ് ഈസ് റൂൾ ഓഫ് കാസസ് ഒമിസസ്. അപ്പൊ കാസസ് ഒമിസസ് എന്തായിരുന്നു? ഓക്കെ, ഇപ്പം നിയമം ഉണ്ടാക്കുന്ന നിയമസഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അവര് ചില മാറ്ററോ ചില വേർഡോ വേണ്ടെന്ന് വെച്ചു. ദേ ഒമിറ്റഡ്, അവരത് ഒമിറ്റ് ചെയ്തു. ആ ഒമിറ്റ് ചെയ്ത സാധനം കോടതി ഇരുന്ന് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.